നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾ എത്രമാത്രം കോൺഷ്യസ് ആണ്? നമ്മുടെ തൊഴിലിടങ്ങളിലും വ്യക്തിജീവിതത്തിലും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. തൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും ആശയങ്ങളെയും കൃത്യമായും വ്യക്തമായും മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു കലയാണിത്. ഇത് വളരെ ആഴമേറിയതും ദൈർഘ്യമേറിയതും ആയ വിഷയം ആയതിനാൽ ഇതൊരു വീഡിയോ സീരീസ് ആയി അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം കൊണ്ടുവരുന്ന ഈ പാഠഭാഗം വളരെ ലളിതമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും ഷെയറും തുടർന്നുള്ള വീഡിയോകൾക്ക് ഒരു പ്രചോദനം പകരുന്നതാണ്. ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് തുടങ്ങാം. നാട്ടിലെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റിനെ കാണാൻ രണ്ട് യുവാക്കൾ എത്തി. ഒരാൾ ദാസൻ, മറ്റേയാൾ വിജയൻ. ബാങ്കിൽ പുതുതായി വന്ന ക്ലർക്ക് തസ്തികയ്ക്ക് ജോലി തേടിയാണ് ഇരുവരും എത്തിയത്. ദാസൻ ആദ്യം മുറിയിലേക്ക് പ്രവേശിക്കുന്നു. താൻ വലിയ പഠിപ്പിസ്റ്റാണെന്നാണ് ദാസന്റെ ഭാവം. പ്രസിഡന്റിനെ നോക്കി ദാസൻ ഇപ്രകാരം പറഞ്ഞു: "സർ, എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. ഞാൻ ഒരു ബിരുദധാരിയാണ്. ബാങ്കിൻ്റെ റൂൾസ് എല്ലാം എനിക്ക് മനഃപ്പാടമാണ്. എന്നെ ഈ ജോലിക്ക് പരിഗണിക്കണം." പ്രസിഡന്റ് ഒന്നും പറയാതെ ദാസനെ മടക്കി അയച്ചു. രണ്ടാമത് വിജയൻ കയറി. ഒരു ചെറു പുഞ്ചിരിയോടെ വിജയൻ പ്രസിഡന്റിനോട് ചോദിച്ചു: "പ്രസിഡന്റ് സാറേ, സുഖമല്ലേ? രാവിലെ തിരക്കായിരുന്നു അല്ലേ? ഈ ബാങ്ക് നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് അച്ഛൻ പറയുമായിരുന്നു. ഇവിടെ ഒരു ചെറിയ അവസരം ഉണ്ടെന്നറിഞ്ഞു. സാറിനെ പോലെ ഒരാളിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് വലിയ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. ഫലം എന്തായിരിക്കും?" പ്രസിഡന്റിന്റെ മനസ്സിൽ വിജയൻ വാക്കുകളിലൂടെ ഒരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. വിജയൻ ഇവിടെ ഉപയോഗിച്ചത് കൃത്രിമമായ ഇംഗ്ലീഷ് പദങ്ങളല്ല, മറിച്ച് ഒരാളോട് എങ്ങനെ പറയണം, എന്ത് എവിടെ സംസാരിക്കണം എന്ന കൃത്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. തൻ്റെ ആശയങ്ങളെ ഫലപ്രദമായി മറ്റുള്ളവരിൽ എത്തിക്കാൻ കഴിഞ്ഞവർ ജീവിതത്തിൽ വിജയിച്ചു. സ്പീക്കിംഗ്, ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആശയവിനിമയത്തിൽ ഉൾപ്പെടുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ടിലേക്ക് പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏറെ ഉപകാരപ്രദമാകും. ഒരു ആശയവിനിമയത്തിൽ എൻകോഡിംഗ്, ഡീകോഡിംഗ്, ഫീഡ്ബാക്ക് തുടങ്ങിയ 3 കാര്യങ്ങൾ നടക്കണം. ഒരു വ്യക്തി തൻ്റെ ആശയങ്ങൾ മനസ്സിൽ രൂപീകരിച്ച് പറയുന്നതാണ് എൻകോഡിംഗ്. അതേ ആശയം മറ്റൊരാൾ സ്വീകരിക്കുന്നതാണ് ഡീകോഡിംഗ്. താൻ മറ്റൊരാൾക്ക് കൊടുത്ത ആശയം അല്ലെങ്കിൽ സന്ദേശം കൃത്യമായി റിസീവർക്ക് മനസ്സിലായോ എന്ന് ഉറപ്പിക്കലാണ് ഫീഡ്ബാക്ക്. നല്ല ഒരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ ഈ വീഡിയോ സീരീസ് കഴിയുന്നതോടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. കാരണം ഇത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല, വളരെ മനഃശാസ്ത്രപരമായ തന്ത്രങ്ങളെ കോർത്തിണക്കി വളരെ ലളിതമായി ഈ വിദ്യ നിങ്ങളുടെ ഹൃദയത്തിലെത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ 7-38-55 റൂളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആശയവിനിമയത്തിൽ 7% മാത്രമേ വാക്കുകൾക്ക് പ്രസക്തിയുള്ളൂ. ബാക്കി 38% ഭാഷയുടെ ടോണിനും 55% നമ്മുടെ ശരീരഭാഷയ്ക്കുമാണ്. നിങ്ങൾ സ്വയത്തോട് തന്നെ ചോദിക്കുക: നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്തത് കാരണം ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന്. ഉയർന്ന ശബ്ദത്തിൽ താളാത്മകമായി കണ്ണുകളിൽ നോക്കി ഒരു ഭയവും കൂടാതെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? തൻ്റെ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, വേണ്ടത്ര സുഹൃത്തുക്കൾ ഇല്ലാത്ത പ്രശ്നം, അവസരങ്ങൾ തന്നെ തേടി വരുന്നില്ല, ബന്ധങ്ങളിൽ ഊഷ്മളതയില്ല. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർക്ക് മാത്രമേ മറ്റൊരാളുടെ മുന്നിൽ തന്നെ വെളിപ്പെടുത്താൻ കഴിയൂ.
ഇന്നൊരു വലിയ വിഭാഗം ആളുകളും സോഷ്യൽ ആങ്സൈറ്റി കാരണം മറ്റുള്ളവരുമായി വേണ്ടത്ര ഇടപെടുന്നില്ല. സ്റ്റേജിൽ കയറാൻ ഭയം, മീറ്റിങ്ങിൽ സംസാരിക്കാൻ പേടി, എല്ലാവരും തന്നിലേക്ക് ഉൾവലിയുകയാണ്. കടുകട്ടിയുള്ള ഇംഗ്ലീഷ് പദങ്ങൾ സംസാരിക്കലാണ് ആശയവിനിമയ കല എന്ന ധാരണ ആദ്യം തിരുത്തുക. മറിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ തൻ്റെ ആശയങ്ങളെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പതിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണ്. നമ്മളിൽ പലരും വാതോരാതെ സംസാരിക്കുന്നവരായിരിക്കാം, പക്ഷേ അത് ഒരിക്കലും നല്ലൊരു ആശയവിനിമയമല്ല. ആക്റ്റീവ് ലിസണിംഗ് അഥവാ ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന വലിയൊരു ഘടകം ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. വളരെ മനഃശാസ്ത്രപരവും തന്ത്രപരവുമായ വഴികളിലൂടെ എങ്ങനെ മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിയും? നമ്മെ കേൾക്കാൻ ആളില്ലാതെ ഒന്നും നടക്കുന്നില്ല. ആക്റ്റീവ് ലിസണിംഗ് എന്ന ശക്തമായ വിഷയം അടുത്ത ഭാഗത്തിൽ വിശദമാക്കാം. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് അടിപൊളിയാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.